കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റിനകത്ത് ഒരാൾ എഴുതിയിരിക്കുന്നത് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലേക്ക് അജൈവ മാലിന്യങ്ങൾ, അതായത് പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങൾ ശേഖരിക്കുവാനായി വരുന്ന ഹരിതകർമ്മ സേനയിൽപ്പെട്ട അംഗങ്ങൾക്ക് മാസം 50 രൂപ കൊടുക്കുക എന്നുള്ളതാണ് കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അതൊരു സർക്കാസം ആയിട്ടുള്ള പോസ്റ്റാണ് എന്നത് എനിക്ക് തുടർന്ന് വായിച്ചപ്പോൾ മനസ്സിലായി. ഇത് കണ്ടപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ വേറെ എന്തെങ്കിലും എഴുത്തുകളുണ്ടോ എന്ന് അന്വേഷിച്ച് ഞാൻ ഒടുവിൽ ചെന്നുപെട്ടത് നമ്മുടെ യൂട്യൂബിലാണ്. യൂട്യൂബിനകത്ത് കുറച്ച് വീഡിയോകൾ കിടപ്പുണ്ട്. പല വീഡിയോകളും ഹരിതകർമ്മ സേന അംഗങ്ങൾക്കെതിരെയും അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെയും ആകെ മൊത്തത്തിൽ ഇവർക്ക് കൊടുക്കുന്ന ഈ 50 100 രൂപയ്ക്കെതിരെയും ഒക്കെയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. ഈ തരത്തിൽ ഇട്ടിരിക്കുന്ന വീഡിയോകൾക്കൊക്കെ തന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുകയും കുറേ ആൾക്കാർ കാണുകയും 1000 10,000 ചില വീഡിയോകളെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ നാടിനെ ശുചിത്വത്തോടെ സൂക്ഷിക്കാൻ, ശുചിയായി വെക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ, ഒരു സംഘം സ്ത്രീകളെ, ഈ ഹരിതകർമ്മ സേനാ അംഗങ്ങളെ അവർക്ക് നൽകുന്ന പ്രതിഫലത്തിൻ്റെ പേരിൽ ഈ തരത്തിൽ ആക്ഷേപിക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ച് ഈ വീഡിയോകളുടെ അടിയിൽ കിടന്ന കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൽ ഭൂരിഭാഗം കമൻറ്റുകളും ഒരു പ്രത്യേക രാഷ്ട്രീയത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാതീയമായിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കമൻറ്റുകളും അഭിപ്രായ പ്രകടനങ്ങളുമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കി ഇരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് നിലാവ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയിലേക്ക് പോയത്. AT കോവൂരിൻ്റെ പേരിലുള്ള നമ്മുടെ ചെമ്പകമംഗലത്ത്, തിരുവനന്തപുരം ചെമ്പകമംഗലത്തുള്ള ഒരു ഗ്രന്ഥശാലയിൽ വെച്ചിട്ടാണ് ഈ പുസ്തക ചർച്ച നടന്നത്. ഈ പുസ്തക ചർച്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഹരിതകർമ്മ സേനയിൽ പ്രവർത്തിക്കുന്ന ശ്രീമതി ധനുജ കുമാരി എഴുതിയ എൻ്റെ ചെങ്കൽ ചുള്ളയിലെ ജീവിതം എന്ന പുസ്തകമാണ് അവിടെ അന്ന് ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ ചർച്ച ചെയ്ത് എന്നുള്ളതാണ്. ആ ചർച്ചയോടനുബന്ധിച്ച് ശ്രീമതി ധനുജകുമാരി അവിടെ പങ്കെടുക്കുകയും ധനുജകുമാരി വരുന്നത് കൊണ്ട് തന്നെ ഹരിതകർമ്മ സേനയിലെ, മംഗലാപുരം പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങളായിട്ടുള്ള ധാരാളം സ്ത്രീകൾ അവിടെ വരികയും ഈ ശ്രീമതി ധനുജകുമാരിയെ സ്വീകരിക്കുകയും ഈ ഹരിതകർമ്മ സേനയിലെ അംഗങ്ങൾ പാട്ടുകളൊക്കെ പാടി അവിടെ പുസ്തകാസ്വാദന ചർച്ചയിൽ പങ്കെടുക്കാമെന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്തു. ഈ പരിപാടി തുടങ്ങിയ സമയം മുതൽ, ഇതിൻ്റെ സ്വാഗതം ആശംസിച്ച ആള് മുതൽ ശ്രീമതി ധനുജകുമാരി വരെ ധാരാളം പേര് ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ചും ചില ഭാഗങ്ങളിൽ നിന്നെങ്കിലും ഈ ഹരിതകർമ്മ സേനയ്ക്കെതിരെ ഉണ്ടാകുന്ന എതിർപ്പുകളെക്കുറിച്ചും ഒക്കെ ധാരാളം വാക്കുകൾ അന്ന് അവിടെ എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഇതിനകത്ത് ശ്രദ്ധേയമായിട്ടുള്ള 1-2 കാര്യങ്ങൾ, പ്രധാനമായിട്ടുള്ളത് ശ്രീമതി ധനുജകുമാരി പറഞ്ഞ 2 കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ കാര്യം കുറച്ച് സന്തോഷം തരുന്ന കാര്യമായതുകൊണ്ട് ആദ്യം അത് തന്നെ പറയാം. ആ ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത് ശ്രീമതി ധനുജകുമാരി പറഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തമ്പാനൂർ വാർഡിലെ ഹരിത കർമ്മ സേന അംഗങ്ങൾ ശമ്പളമായിട്ട് 90,000 രൂപ മാസം സമ്പാദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 90,000 രൂപ അവർ ഹരിതകർമ്മ സേന അംഗമായിട്ട് സമ്പാദിക്കുകയാണെങ്കിൽ അവരെന്തോരം ജോലി ചെയ്തിട്ടായിരിക്കും അത് സമ്പാദിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ആദ്യത്തെ വസ്തുത. ശ്രീമതി ധനുജകുമാരി അതിനോടനുബന്ധിച്ച് പറഞ്ഞ കാര്യം, അവർ വർക്ക് ചെയ്യുന്നത് പേരൂർക്കടയുള്ള മറ്റൊരു വാർഡിലാണ്. അവിടെ നിന്ന് മാസാമാസം ശമ്പളമായിട്ട് 30,000-ഓളം രൂപ ശ്രീമതി ധനുജകുമാരി ശമ്പളമായിട്ട് ഹരിതകർമ്മ സേനാംഗം എന്നുള്ള നിലയിൽ സമ്പാദിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ പഞ്ചായത്തിലെയൊക്കെ തന്നെ സ്ത്രീകളൊക്കെ 10,000 20,000 30,000 രൂപയൊക്കെ തന്നെ അവരുടെ വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങളായി പ്രവർത്തിച്ചുകൊണ്ട് സമ്പാദിക്കുന്നുണ്ട് എന്നും അവിടെ ഇരുന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതാണ് പ്രധാനപ്പെട്ട ഒരു നല്ല വസ്തുത എന്ന് പറയുന്നത്. രണ്ടാമത് ശ്രീമതി ധനുജകുമാരി പറഞ്ഞ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി വീടുകളിൽ ചെല്ലുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളാണ്
കൊച്ചുകുട്ടികളുടെ പെരുമാറ്റത്തിൽ മുതൽ മുതിർന്നവരുടെ പെരുമാറ്റത്തിൽ നിന്ന് വരെ ഇവർ നേരിടേണ്ടി വരുന്നത്, അതിജീവിക്കേണ്ടി വരുന്നത് എന്നൊക്കെ ധനുജകുമാരി അവിടെ വിശദീകരിക്കുകയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രീമതി ധനുജകുമാരി പറഞ്ഞത്, ഒരു മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥയുടെ വീട്ടിൽ നിന്ന് നേരിട്ട ഒരു അനുഭവമാണ്. ഈ സർക്കാർ ഉദ്യോഗസ്ഥ എന്ന് പറയുന്നത് സംസ്ഥാനത്തെ ഏതോ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. അവരുടെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാറില്ല. അപ്പോൾ ഇവരിൽ ഒരാൾ ഈ പ്രിൻസിപ്പാളിൻ്റെ വീട്ടിൽ നേരിട്ട് ചെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഞങ്ങൾക്ക് തരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ പ്രിൻസിപ്പൾ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 100 രൂപ മാസാമാസം തന്ന് ഈ പ്ലാസ്റ്റിക് നിങ്ങളെ ഏൽപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല, അതിൻ്റെ കാര്യവുമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവർ ചോദിച്ചു, പിന്നെ നിങ്ങളുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഈ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥ, സർവോപരി അധ്യാപികയായ ആ സ്ത്രീ പറഞ്ഞത്, അവരുടെ വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മുഴുവൻ അവർ കെട്ടിപ്പൊതിഞ്ഞ് അവരുടെ സ്കൂളിലേക്ക് കൊണ്ടുപോകും, അവിടെ കൊണ്ടിടും. ആ സ്കൂളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ അത് ശേഖരിച്ചു കൊണ്ടുപോകുമെന്നാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സ്വന്തം വീട്ടിലെ മാലിന്യം 100 രൂപ, കോർപ്പറേഷൻ ഏരിയകളിലേക്ക് 100 രൂപയാണ് ഹരിതകർമ്മസേനാംഗങ്ങൾ കളക്ട് ചെയ്യുന്നത്. 100 രൂപ കൊടുത്ത് ആ മാലിന്യം ഹരിതകർമ്മ സേനയ്ക്ക് കൊടുക്കുന്നതിന് മടിയുള്ള, ആ 100 രൂപ ചെലവാക്കാൻ മടിയുള്ള ആ സ്കൂൾ പ്രിൻസിപ്പാൾ സ്വന്തം വീട്ടിലെ അജൈവ മാലിന്യങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് സ്വന്തം സ്കൂളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നതിൽ ലജ്ജയില്ലാത്ത ആളാണ് എന്നുള്ളതാണ്. ഈ 2 ഉദാഹരണങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഹരിതകർമ്മ സേന നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അവർക്ക് കൃത്യമായിട്ട് പ്രതിഫലം കിട്ടുകയും നല്ല രീതിയിലൊരു ശമ്പളം ഉണ്ടാക്കി സുഖകരമായിട്ട് അവരിൽ ഭൂരിഭാഗത്തിൽ, അല്ലെങ്കിൽ അവർക്ക് എല്ലാവർക്കും തന്നെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വശം. അതോടൊപ്പം തന്നെ മോശമായിട്ടൊരു സംഗതി എന്ന് പറയുന്നത്, സമൂഹത്തിന് മാതൃകയായി ജീവിക്കേണ്ട പല ഉന്നത പദവി വഹിക്കുന്ന ആൾക്കാർ വരെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിൽ ഈ അജൈവ മാലിന്യങ്ങൾ സ്വന്തം വീട്ടിൽ നിന്ന് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കാതെ അവർക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയോ നിക്ഷേപിക്കുകയോ ഒക്കെ ചെയ്യുകയും ഈ ഹരിതകർമ്മ സേനയ്ക്കെതിരായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അന്ന് തന്നെ അവിടെ ചർച്ചയിൽ പങ്കെടുത്ത ചിലരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കേരളത്തിലെ ഒരു ജില്ലയിൽ ഒരു പ്രത്യേക പഞ്ചായത്തിൽ അവിടെ ഉള്ള ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊന്നും ആ വീടുകളിൽ, ആ പഞ്ചായത്തിലെ ഒരു പ്രത്യേക ഏരിയയിലെ വീടുകളിൽ നിന്ന് നേരിട്ട് പോയിട്ട് ഈ അജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഈ ഉദ്യോഗസ്ഥർ ഇടപെട്ട് അന്വേഷണം നടത്തി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള വീട്ടുകാരെല്ലാം തന്നെ അവരുടെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിപ്പൊതിഞ്ഞ് ഗേറ്റിന് വെളിയിൽ കൊണ്ടുവന്ന് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കുകയാണ് പതിവ്. അത്തരത്തിൽ ഇവർ ഈ വേസ്റ്റുകൾ മുഴുവൻ കെട്ടിപ്പൊതിഞ്ഞ് അവരുടെ വീട്ടിൻ്റെ ഗേറ്റിന് പുറത്ത് കൊണ്ടുവന്ന് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൈമാറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം ജാതീയമായിട്ടൊരു വിഷയമാണെന്നാണ് ഈ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. കാര്യം, ഈ വീടുകൾക്ക് സമീപത്തായിട്ട് കുറച്ച് ജാതിയിൽ താഴ്ന്ന മനുഷ്യർ താമസിക്കുന്ന ഇടമുണ്ടത്രേ. ആ ഇടത്തുള്ള മനുഷ്യരാണ് ഇപ്പോൾ ഹരിതകർമ്മ സേനാംഗങ്ങളായിട്ട് അവിടെ പ്രവർത്തിക്കുന്നത്. കാലാകാലങ്ങളായിട്ട് ഈ ആഢ്യന്മാരെന്ന് ഭാവിക്കുന്ന ഇവരുടെയൊന്നും വീടുകളിൽ ഈ പ്രത്യേക സ്ഥലത്തുള്ള പ്രത്യേക ജാതിയിൽപ്പെട്ട ആൾക്കാരെ കയറ്റാതിരിക്കുന്നത് കൊണ്ടും മാലിന്യങ്ങൾ എടുക്കാൻ വരുന്ന തൊഴിൽ ചെയ്യുന്നത് ഈ ഹരിതകർമ്മ സേനാംഗങ്ങളായതുകൊണ്ടും ഈ ആൾക്കാരെ അവർ വീട്ടിൽ കയറ്റാൻ തയ്യാറാകാതെ ഗേറ്റിന് പുറത്ത് നിർത്തി അവരുടെ മാലിന്യങ്ങൾ കൊടുത്ത് അവരെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. കേരളം ഇത്രയൊക്കെ മാറിയിട്ടും നമ്മുടെ നാട് ഒരുപാട് പുരോഗതിയിലേക്ക് മുന്നോട്ട് പോയിട്ടും ഇപ്പോഴും ജാതിയുടെയോ അതല്ലെങ്കിൽ മറ്റേതിൻ്റെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം മനുഷ്യരെ സ്വന്തം വീടിൻ്റെ മതിലിനകത്ത് പോലും, അതും സ്വന്തം വീട്ടിലെ മാലിന്യങ്ങൾ വൃത്തിയാക്കാൻ തയ്യാറായി വരുന്ന അല്ലെങ്കിൽ വൃത്തിയാക്കി കൊണ്ടുപോകുന്ന മനുഷ്യരെ സ്വന്തം വീടിൻ്റെ മതിലുകൾക്കകത്ത് പോലും പ്രവേശിപ്പിക്കാൻ തയ്യാറല്ലാത്ത ഈ മനുഷ്യരൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. വ്യക്തിപരമായിട്ട് ഈ ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനത്തെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുന്ന ഒരാളാണ് ഞാൻ 1996 ബിരുദ വിദ്യാഭ്യാസം കഴിഞ്ഞത്. നാഷണൽ സർവീസ് സ്കീമിൻ്റെ ഓൾ ഇന്ത്യയൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ അന്ന് തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗത്തും
ഞങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വോളണ്ടിയേഴ്സ് എന്നുള്ള രീതിയിൽ പലതരത്തിലുള്ള വൃത്തിയാക്കൽ പരിപാടിക്കും പോയിട്ടുണ്ട്. പാളയത്തെ കണ്ണിമാറ മാർക്കറ്റിൻ്റെ മുന്നിലുള്ള ഓടകൾ വരെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ട്. അന്നത്തെ തിരുവനന്തപുരം നഗരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ചീഞ്ഞു നാറുന്ന ഒരു നഗരമായിരുന്നു എന്നുള്ളതാണ് വസ്തുത. വിദ്യാഭ്യാസ കാലമൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ചെയ്തു തുടങ്ങിയിട്ടും പതിറ്റാണ്ടുകളോളം തിരുവനന്തപുരം നഗരത്തെ പല ഭാഗങ്ങളും ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ തന്നെ ആയിരുന്നു എന്നുള്ളതും വസ്തുതയാണ്. എൻ്റെ പ്രായമോ അതിനടുത്ത പ്രായമുള്ള ആൾക്കാരൊക്കെ ഇത്തരത്തിൽ ചീഞ്ഞ് നാറിക്കിടന്ന തിരുവനന്തപുരം നഗരത്തെ കണ്ടിട്ടുള്ളവരാകും. അതിനുശേഷം ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ വിളപ്പിശാല ഒരു വലിയ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടാക്കുകയും ആ പ്ലാന്റ് കാരണം അവിടുത്തെ നാട്ടുകാർ ഒരുപാട് ദുരിതം അനുഭവിക്കുകയും വളരെ വലിയ സമരങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത് ഈ മാലിന്യ പ്ലാന്റ് തന്നെ അടച്ചു പൂട്ടുകയും ഈ പ്ലാന്റിലേക്ക് നിക്ഷേപിച്ചു കൊണ്ടിരുന്ന മാലിന്യങ്ങൾ എൻ്റെ നാടായ തോന്നയ്ക്കലുള്ള ഇവിടെ ക്ലേ എടുത്തുണ്ടായ വലിയ കുഴികളിലേക്ക് കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു ആലോചന നടക്കുകയും ഇവിടുത്തെ നാട്ടുകാർ തുടക്കത്തിലേ എതിർക്കുകയൊക്കെ ചെയ്തൊരു സംഭവമൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. ആ കാലത്ത് നിന്ന് മാറി 8-10 വർഷം ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ പരിസരമൊക്കെ എന്ന് പറയുന്നത് വളരെ വൃത്തിയുള്ള ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തരത്തിൽ നഗരം ശുചിയായി പോകുന്നതിൻ്റെ ശുചിയായി സംരക്ഷിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാർ അല്ലെങ്കിൽ ഇതിൻ്റെ പോരാളികൾ എന്ന് പറയുന്നവരാണ് ഈ ഹരിതകർമ്മ സേനാംഗങ്ങൾ. 2017 ഒക്ടോബറിലാണ് ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു വിഭാഗം നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് കേവലം 100, 150, 500 ആൾക്കാരൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു വലിയ പ്രോജക്റ്റ് ഇന്ന് 40,000 അംഗങ്ങളുള്ള 40,000 ഹരിതകർമ്മ സേനാംഗങ്ങളുള്ള ഒരു വലിയ പരിപാടിയായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരിപാടി വളർന്നു വന്നതോടുകൂടി കേരളത്തിലെ 40,000-ഓളം സ്ത്രീകൾക്ക് ജോലി കിട്ടുകയും ഈ സ്ത്രീകൾ കാരണം നമ്മുടെ നാടും നഗരവുമൊക്കെ വൃത്തിയായി സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു വസ്തുത. ഈ വസ്തുതകൾക്ക് അപ്പുറം നിൽക്കുന്ന മറ്റൊരു സാമൂഹ്യമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള കാര്യം കൂടെ ഈ ഹരിതകർമ്മ സേനയുടെ പുറകിലുണ്ട്. ഈ 40,000 സ്ത്രീകളുടെ വീടുകൾ സാമ്പത്തികമായി കുറച്ചെങ്കിലും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത. സ്വന്തം ഭർത്താവിൻ്റെ കയ്യിൽ നിന്നോ മക്കളുടെ കയ്യിൽ നിന്നോ ഒക്കെ അവർ കൊടുക്കുന്ന കാശ് വാങ്ങി കുടുംബം പുലർത്തേണ്ടതും അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്തേണ്ടതും ഒരു വസ്ത്രം വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാവശ്യ സാധനം വേണമെങ്കിലോ ഒക്കെ വീട്ടിലെ അധ്വാനിച്ച് കാശ് കൊണ്ടുവരുന്ന പുരുഷന്മാരെ ആശ്രയിച്ച് അവരുടെ വരവ് കാത്തു നിൽക്കേണ്ട ഒരവസ്ഥയിൽ നിന്നും 40,000 സ്ത്രീകളെങ്കിലും മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്. സ്വന്തമായി വരുമാനമുള്ള ഈ സ്ത്രീകൾ ഇപ്പോൾ അവരുടെ വരുമാനത്തിൽ നിന്ന് കാശെടുത്ത് സ്വന്തം കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും സ്വന്തം കുട്ടികളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുകയും അവരവരുടെ തന്നെ എല്ലാ ആവശ്യങ്ങളും ഈ കാശ് കൊണ്ട് നിർവഹിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വന്തം ഭർത്താവിനെ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ കൂടെ ഈ സ്ത്രീകൾക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ്. ഈ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഈ 40,000 സ്ത്രീകളിൽ ചിലരെങ്കിലും ജോലിക്ക് പോയിരുന്നവരാകാം. എന്നാൽ ഭൂരിഭാഗം സ്ത്രീകളും വീട്ടിനുള്ളിൽ കഴിഞ്ഞിരുന്ന എന്ത് ചെയ്ത് ഒരു വരുമാനം കണ്ടെത്താൻ കഴിയുമെന്ന് അറിഞ്ഞുകൂടാതിരുന്ന സ്ത്രീകളാണ്. അവരിലേക്കാണ് ഹരിതകർമ്മ സേന എന്ന ഒരു പ്രസ്ഥാനത്തിലൂടെ തൊഴിലെന്നുള്ള രീതിയിൽ വരുമാനം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വലിയ മാറ്റം ഉണ്ടായത്. സ്വന്തം അധ്വാനത്തിലൂടെ ഒരു നാടിനെ ഒരു സംസ്ഥാനത്തെ ആകെ തന്നെ ശുചിയായി സംരക്ഷിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ തരത്തിലുള്ള ഹരിതകർമ്മ സേനാ അംഗങ്ങളെയാണ് നമ്മുടെ സമൂഹത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം യൂട്യൂബ് വീഡിയോകളിട്ടും ഫേസ്ബുക്ക് പോസ്റ്റുകളിട്ടും കവല പ്രസംഗങ്ങൾ നടത്തിയുമൊക്കെ അപമാനിച്ചു കൊണ്ടിരിക്കുന്നത്. നാടിന് ഗുണം ചെയ്യുന്ന നാടിന് ഗുണമായിട്ടുള്ള മനുഷ്യരെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമെന്ന് കരുതുന്ന ഒരു വിഭാഗം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കുവാനോ അവരെയൊക്കെ പരിഷ്കൃതരാക്കി മാറ്റുവാനോ ഒന്നും പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം നമ്മുടെ വീട്ടിലെ ജൈവമാലിന്യങ്ങളായാലും അജൈവ മാലിന്യങ്ങളായാലും ശേഖരിക്കുവാനായിട്ട് വരുന്ന ആ പച്ചക്കോട്ടിട്ട ചേച്ചിമാരെയോ അമ്മമാരെയോ അനിയത്തിമാരെയോ ഒക്കെ കാണുമ്പോൾ സന്തോഷത്തോടെ ചിരിച്ച മുഖത്തോടെ അവരെ സ്വീകരിക്കുക.
അവർ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ എപ്പോഴാണ് നമ്മുടെ വീട്ടിൽ വരുന്നതെങ്കിലും അവർ വെള്ളം കുടിച്ചോ എന്ന് അവരോട് അന്വേഷിക്കുക. അവർ ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കുക. വെള്ളം കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുക്കുക. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഭക്ഷണം അവരോടൊപ്പം പങ്കുവയ്ക്കുക. മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ഉള്ള ജൈവമാലിന്യങ്ങളാണെങ്കിൽ അങ്ങനെയും അജൈവ മാലിന്യങ്ങളാണെങ്കിൽ വേർതിരിച്ച് വൃത്തിയാക്കി കൃത്യമായിട്ട് പാക്ക് ചെയ്ത് അവരെ കയ്യിൽ കൊടുക്കുക. മാസാമാസം അവരിത് കളക്ട് ചെയ്യാൻ വരുമ്പോൾ പഞ്ചായത്ത് ഏരിയയിലൊക്കെ ആണെങ്കിൽ 50 രൂപയാണ് ഇതിൻ്റെ ഫീസ്. കൃത്യമായി ആ കാശ് കൊടുക്കുക. കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ 100 രൂപയാണ് ഫീസ്. കൃത്യമായിട്ട് ആ 100 രൂപ കൊടുക്കുക. അവർ നടത്തുന്ന പ്രവർത്തനത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നടത്തുന്ന ഒരു വലിയ സത്കർമ്മമായിട്ട് കണക്കാക്കിക്കൊണ്ട് അവരെ അംഗീകരിക്കുക, അഭിനന്ദിക്കുക. ഇതൊക്കെയാണ് ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത്. ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാവിധ ആശംസകളും ഐക്യദാർഢ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു.